നിങ്ങൾക്കൊരു സൂപ്പർ പവർ കിട്ടിയാൽ എന്ത് തിരഞ്ഞെടുക്കും? മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാനുള്ള കഴിവാണോ? ആ കഴിവിലേക്ക് നിങ്ങളെ ഒരു പടി അടുത്തെത്തിക്കുന്ന പുസ്തകമാണ് ദ ലോസ് ഓഫ് ഹ്യൂമൻ നേച്ചർ. നമ്മളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നതും ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നതും ഒരേ കാര്യമാണ് അല്ലെ? മനുഷ്യരെന്ന്. എന്തുകൊണ്ടാണ് ചിലർ നമ്മളെ സ്നേഹിക്കുന്നത്, ചിലർ കാരണമില്ലാതെ വെറുക്കുന്നത്, ചിലർ മുന്നിൽ ചിരിക്കുമ്പോഴും പിന്നിൽ നിന്ന് ചതിക്കുന്നത്? ഇതിന്റെ ഉത്തരമാണ് ഈ പുസ്തകം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി സാഹചര്യങ്ങളല്ല, മനുഷ്യരാണ്. ആരാണ് ആത്മാർത്ഥമായി നമ്മളെ സ്നേഹിക്കുന്നത്, ആരാണ് അസൂയപ്പെടുന്നത്, ആരാണ് മുഖം മൂടി ധരിച്ച് ജീവിക്കുന്നത്? ഇതൊക്കെ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ പകുതി പ്രശ്നങ്ങളും അവസാനിക്കും. അത്തരമൊരു ശക്തമായ അറിവാണ് റോബർട്ട് ഗ്രീനിന്റെ ദ ലോസ് ഓഫ് ഹ്യൂമൻ നേച്ചർ എന്ന പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ഈ പുസ്തകം നമ്മെ മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ പഠിപ്പിക്കുന്നതല്ല, ആദ്യം സ്വയം മനസ്സിലാക്കാനും പിന്നീട് മറ്റുള്ളവരുടെ സ്വഭാവം തിരിച്ചറിയാനും പഠിപ്പിക്കുന്നതാണ്. കാരണം ജീവിതത്തിലെ ഏറ്റവും വലിയ യുദ്ധം പുറത്തല്ല, മനുഷ്യരുടെ മനസ്സിനുള്ളിലാണ്. ഒന്നാം നിയമം: മനുഷ്യർ യുക്തിയേക്കാൾ വികാരങ്ങളിലാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. നമ്മൾ കരുതുന്നത് ഞാൻ വളരെ ലോജിക്കലാണ്, പക്ഷെ യാഥാർത്ഥ്യം അതല്ല. നമ്മുടെ തീരുമാനങ്ങളിൽ ഭൂരിഭാഗവും വികാരങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. ആദ്യം കോപം വരും, പിന്നീട് അതിനെ ന്യായീകരിക്കാൻ കാരണം കണ്ടെത്തും. ആദ്യം ഇഷ്ടം തോന്നും, പിന്നീട് ഇതാണ് ശരിയെന്ന് മനസ്സ് തെളിവുകൾ അന്വേഷിക്കും. ഉദാഹരണത്തിന്, ഒരു സഹപ്രവർത്തകൻ നിങ്ങളെ അവഗണിച്ചു എന്ന് കരുതുക. അയാൾ തിരക്കിലായിരിക്കും, പക്ഷെ നിങ്ങളുടെ മനസ്സ് പറയും അവൻ എന്നെ ഇഷ്ടപ്പെടുന്നില്ല. ഇതാണ് മനുഷ്യന്റെ സ്വഭാവം. അതുകൊണ്ട് റോബർട്ട് ഗ്രീൻ പറയുന്നത് പ്രതികരിക്കരുത്, ആദ്യം നിരീക്ഷിക്കുക. രണ്ടാം നിയമം: എല്ലാവർക്കും ഉള്ളിൽ ഒരു നാർസിസിസ്റ്റ് ഉണ്ട്. നമ്മൾ എല്ലാവരും നമ്മളെ കുറിച്ചാണ് കൂടുതൽ ചിന്തിക്കുന്നത്. അത് തെറ്റല്ല, പക്ഷെ അതിര് കടന്നാൽ പ്രശ്നമാണ്. ചിലർ സംസാരിക്കുമ്പോൾ കേൾക്കുന്ന പോലെ അഭിനയിക്കും, പക്ഷെ അവരുടെ മനസ്സിൽ അടുത്തതായി അവർ പറയാനുള്ള കാര്യങ്ങളായിരിക്കും ചിന്തിക്കുന്നത്. മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കുന്നവരാണ് യഥാർത്ഥത്തിൽ വിജയിക്കുന്നത്. എമ്പതി ഒരു കഴിവ് മാത്രമല്ല, അതൊരു ശക്തിയാണ്. മൂന്നാം നിയമം: ആളുകൾ ധരിക്കുന്നത് ഒരു മുഖംമൂടിയാണെന്നാണ് പറയുന്നത്. ഓരോരുത്തരും ഒരു മാസ്ക് ധരിക്കുന്നു. ഓഫീസിൽ ഒരു മുഖം, വീട്ടിൽ മറ്റൊരു മുഖം, സോഷ്യൽ മീഡിയയിൽ മറ്റൊരു മുഖം. അതിനാൽ ആളുകളുടെ വാക്കുകളേക്കാൾ അവരുടെ പ്രവൃത്തികൾ നോക്കുക. ഒരാൾ നിങ്ങളെ ബഹുമാനിക്കുന്നു എന്ന് പറയുന്നത് എളുപ്പമാണ്, പക്ഷെ അവരുടെ പെരുമാറ്റമാണ് സത്യം പറയുന്നത്. നാലാം നിയമം: ഒരാളുടെ സ്വഭാവം മാറില്ല, പ്രകടനം മാത്രം മാറും. റോബർട്ട് ഗ്രീൻ പറയുന്നത് മനുഷ്യർ മാറുന്നില്ല, അവരുടെ സാഹചര്യം മാറുന്നു എന്നാണ്. ഒരു വ്യക്തി അധികാരം ലഭിച്ചാൽ അയാളുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു കാണിക്കും. പണം, അധികാരം, വിജയം ഇവ സ്വഭാവം സൃഷ്ടിക്കുന്നില്ല, മറിച്ച് അതിനെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അഞ്ചാം നിയമം: അസൂയ മനുഷ്യന്റെ ഏറ്റവും മറഞ്ഞിരിക്കുന്ന ഒരു വികാരമാണ്. ആരും നേരിട്ട് പറയില്ല എനിക്ക് നിന്നോട് അസൂയയാണ് എന്ന്, പക്ഷെ അത് പ്രകടമാക്കുന്ന ചില രീതികളുണ്ട്. നിങ്ങളുടെ വിജയത്തെ ചെറുതാക്കി കാണിക്കുക, നിങ്ങളുടെ പിഴവുകൾ മാത്രം എടുത്തു പറയുക, നിങ്ങൾ വിജയിച്ചപ്പോൾ അഭിനന്ദിക്കാൻ മടിക്കുക. ഇതൊക്കെയാണ് അസൂയയുടെ സൂചനകൾ. അതുകൊണ്ട് നിങ്ങളുടെ വിജയത്തെ എല്ലാവരുടെയും മുന്നിൽ പ്രദർശിപ്പിക്കേണ്ട കാര്യമില്ല. ആറാം നിയമം: ആളുകളെ മാറ്റാൻ ശ്രമിക്കരുത്. നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന വലിയ തെറ്റാണ് അവൾ മാറും, അവൻ മാറും എന്നൊക്കെ കരുതി പെരുമാറുന്നത്. റോബർട്ട് ഗ്രീൻ പറയുന്നത് മനുഷ്യരുടെ സ്വഭാവം മനസ്സിലാക്കി അതിനനുസരിച്ച് പെരുമാറുക, അതാണ് ബുദ്ധി എന്നാണ്. ഏഴാം നിയമം പറയുന്നത് ഓരോ മനുഷ്യനെയും നയിക്കുന്നത് ഒരു മറഞ്ഞിരിക്കുന്ന ആഗ്രഹമാണ്. ഓരോ വ്യക്തിയുടെയും തീരുമാനങ്ങൾക്ക് പിന്നിൽ ഒരു ശക്തമായ പ്രേരണയുണ്ട്. ചിലർക്ക് പ്രശംസയാണ് ഏറ്റവും വലിയ പ്രചോദനം, ചിലർക്ക് മറ്റുള്ളവരിൽ നിന്ന് അംഗീകാരം ലഭിക്കണമെന്ന ആഗ്രഹം, ചിലർക്ക് സുരക്ഷയും സാമ്പത്തിക സ്ഥിരതയും പ്രധാനമാണ്, മറ്റു ചിലർക്ക് സ്വാധീനവും നേതൃത്വവും അധികാരവുമാണ് ലക്ഷ്യം. റോബർട്ട് ഗ്രീൻ പറയുന്നത് ഒരാളുടെ ഈ ആന്തരിക പ്രേരണ മനസ്സിലാക്കിയാൽ അവരുടെ പെരുമാറ്റം കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുമെന്നാണ്. എന്നാൽ ഈ അറിവ് ഒരിക്കലും മറ്റുള്ളവരെ നിയന്ത്രിക്കാനോ ചൂഷണം ചെയ്യാനോ ഉപയോഗിക്കരുത്. പകരം അവരുടെ ആവശ്യങ്ങളും വികാരങ്ങളും മനസ്സിലാക്കി വിശ്വാസം നിറഞ്ഞതും ആരോഗ്യകരവുമായ ബന്ധങ്ങൾ വളർത്താനാണ് നമ്മൾ അത് ഉപയോഗിക്കേണ്ടത്. ഓരോ മനുഷ്യനും എന്തെങ്കിലും അന്വേഷിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. ആ അന്വേഷണത്തെ മനസ്സിലാക്കുന്നവർക്കാണ് മനുഷ്യരെ ശരിക്കും മനസ്സിലാക്കാൻ കഴിയുന്നത്. എട്ടാം നിയമം: കേൾക്കാൻ അറിയുന്നവരാണ് യഥാർത്ഥ നേതാക്കൾ. പലരും ഒരു സംഭാഷണത്തിൽ സ്വന്തം അഭിപ്രായം പറയാനാണ് കൂടുതൽ താല്പര്യം കാണിക്കുന്നത്, പക്ഷെ മികച്ച നേതാക്കൾ അങ്ങനെയല്ല. അവർ ആദ്യം ശ്രദ്ധയോടെ കേൾക്കും. ആളുകൾ പറയുന്ന വാക്കുകൾ മാത്രമല്ല, പറയാതെ പോകുന്ന വികാരങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കും. അവർ പെട്ടെന്ന് പ്രതികരിക്കുകയോ വിധി എഴുതുകയോ ചെയ്യില്ല, നിരീക്ഷിക്കും.
ചിന്തിക്കും. എല്ലാ വശങ്ങളും വിലയിരുത്തിയ ശേഷമാണ് തീരുമാനമെടുക്കുക. റോബർട്ട് ഗ്രീൻ പറയുന്നത്, സംസാരിക്കുന്നത് അറിവ് പ്രകടിപ്പിക്കാം, പക്ഷേ ശ്രദ്ധയോടെ കേൾക്കുന്നതാണ് യഥാർത്ഥ ബുദ്ധിയും നേതൃത്വവും പ്രകടിപ്പിക്കുന്നത്. ഒരു നല്ല നേതാവിന്റെ ശക്തി അദ്ദേഹം എത്ര സംസാരിക്കുന്നു എന്നതിലല്ല, എത്ര ശ്രദ്ധയോടെ കേൾക്കുന്നു എന്നതിലാണ്. 9ാം നിയമം പറയുന്നത് സ്വയം അറിയുന്നവരാണ് യഥാർത്ഥ ശക്തൻ എന്നാണ്. ഈ പുസ്തകത്തിലെ ഏറ്റവും ആഴമേറിയ സന്ദേശം ഇതായിരിക്കാം. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, പക്ഷെ നമ്മൾ നമ്മെ തന്നെ എത്രത്തോളം മനസ്സിലാക്കുന്നുണ്ട്? നിങ്ങളെ ഏറ്റവും കൂടുതൽ ദുർബലനാക്കുന്നത് എന്താണ്? ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നത്? എന്താണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഭയം? എപ്പോഴാണ് നിങ്ങൾക്ക് അസൂയ തോന്നുന്നത്? നിങ്ങളുടെ അഹങ്കാരം എപ്പോഴാണ് നിങ്ങളുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നത്? ഇത്തരം ചോദ്യങ്ങൾക്ക് സത്യസന്ധമായി ഉത്തരം കണ്ടെത്താൻ കഴിയുന്ന നിമിഷമാണ് യഥാർത്ഥ വ്യക്തിത്വ വളർച്ച ആരംഭിക്കുന്നത്. റോബർട്ട് ഗ്രീൻ പറയുന്നത്, സ്വയം അറിയുന്ന ഒരാളെ മറ്റുള്ളവർക്ക് എളുപ്പത്തിൽ സ്വാധീനിക്കാനോ നിയന്ത്രിക്കാനോ കഴിയില്ല എന്നതാണ്. കാരണം സ്വന്തം വികാരങ്ങളെയും ദൗർബല്യങ്ങളെയും തിരിച്ചറിഞ്ഞ ഒരാൾ അവയുടെ അടിമയാകില്ല. ലോകത്തെ കീഴടക്കുന്നതിനേക്കാൾ പ്രയാസമുള്ളത് സ്വന്തം മനസ്സിനെ കീഴടക്കുകയാണ്. പക്ഷെ അത് നേടിയവനാണ് യഥാർത്ഥ വിജയി. 10ാം നിയമത്തിൽ പറയുന്നത്, ജീവിതം ഒരു കണ്ണാടിയാണ്. നിങ്ങൾ മറ്റുള്ളവരിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന സ്വഭാവങ്ങൾ ചിലപ്പോൾ നിങ്ങളിലും ഉണ്ടാകാം. അതിനാൽ ആദ്യം സ്വയം പരിശോധിക്കുക, പിന്നീട് മറ്റുള്ളവരെ വിലയിരുത്തുക. പുസ്തകത്തിന്റെ പ്രധാന സന്ദേശം റോബർട്ട് ഗ്രീൻ പറയുന്നത്, മനുഷ്യരെ വെറുക്കേണ്ടതില്ല, മനുഷ്യരെ മനസ്സിലാക്കണം. കാരണം മനുഷ്യ സ്വഭാവം മനസ്സിലാക്കുന്നവർ കുറച്ച് വേദനിക്കും, കുറച്ച് തെറ്റുകൾ ചെയ്യും, കുറച്ച് ആളുകളാൽ ചതിക്കപ്പെടും, കൂടുതൽ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കും, കൂടുതൽ ശാന്തമായി ജീവിക്കും. ലോസ് ഓഫ് ഹ്യൂമൻ നേച്ചർ എന്നത് ഒരു സാധാരണ മനഃശാസ്ത്ര പുസ്തകമല്ല. അത് മനുഷ്യരെ എങ്ങനെ വായിക്കണം എന്നതിനെ കുറിച്ചുള്ള ഒരു ജീവിത പാഠമാണ്. നമ്മുടെ ചുറ്റുമുള്ള ഓരോ വ്യക്തിയും ഒരു കഥയാണ്. അവരുടെ ഓരോ പ്രവൃത്തിക്കും പിന്നിൽ ഒരു കാരണമുണ്ട്, ഒരു വികാരമുണ്ട്, ഒരു അനുഭവത്തിന്റെ അടയാളമുണ്ട്. ആ വികാരങ്ങളെ മനസ്സിലാക്കാൻ കഴിയുമ്പോൾ മനുഷ്യരെ മനസ്സിലാക്കാൻ തുടങ്ങും. മനുഷ്യരെ മനസ്സിലാക്കാൻ കഴിയുമ്പോൾ ജീവിതം തന്നെ കൂടുതൽ വ്യക്തവും ബുദ്ധിപരവുമായി തീരും. അപ്പോൾ ബന്ധങ്ങൾ എളുപ്പമാകും, തെറ്റിദ്ധാരണകൾ കുറയും, മനസ്സ് കൂടുതൽ സമാധാനത്തിലാകും. മനുഷ്യരെ മനസ്സിലാക്കുന്നത് ലോകത്തെ മാറ്റുന്നതിനേക്കാൾ ശക്തമാണ്. കാരണം അത് നിങ്ങളുടെ ലോകത്തെ തന്നെ മാറ്റുന്നു. ഈ പുസ്തകം പറയുന്നത്, മനുഷ്യരെ മനസ്സിലാക്കിയാൽ ജീവിതം കൂടുതൽ ബുദ്ധിപരമായും സമാധാനപരമായും മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പങ്കുവെക്കുക. ഇത്തരത്തിലുള്ള പുസ്തക സംഗ്രഹങ്ങളും മനഃശാസ്ത്ര, വ്യക്തിത്വ വികസനം എന്നിവയെ കുറിച്ചുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ മറ്റൊരു മികച്ച പുസ്തകവുമായി വീണ്ടും കാണാം. നന്ദി.